മുഹമ്മദ് ദിവസേന മാത്യുവിന്റെ വീട്ടിൽ പണിക്കെത്തും. മാത്യുവിന്റെയും ഭാര്യ മേരിയുടെയും വിശ്വസ്തൻ. മേരിയുടെ കൊലപാതകം നടന്ന ദിവസം മുഹമ്മദ് സ്ഥലത്തില്ലായിരുന്നു എന്നായിരുന്നു മാത്യുവിന്റെ മറുപടി. രാവിലെ റബ്ബർ ചെത്തിയ ശേഷം മഴ വരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ റബ്ബർ പാൽ എടുത്ത് അകത്ത് വെക്കണമെന്ന് മേരിയോട് മുഹമ്മദ് പറഞ്ഞിരുന്നു. തുടർന്ന് തനിക്ക് അത്യാവശ്യമായി ടൗൺ വരെ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് അയാൾ അവിടെ നിന്നും പോയത്. തുടർന്ന് മേരി പാലെടുക്കാനായി തോട്ടത്തിലേക്ക് പോയി. അതേസമയം തന്നെ സാധനങ്ങൾ വാങ്ങാനായി മാത്യുവും ടൗണിലേക്ക് പോയിരുന്നു. ആ സമയത്ത് മകൾ മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. മാത്യു ടൗണിൽ നിന്നും തിരികെ എത്തി മകളോട് മേരിയെ തിരക്കി. പാലെടുക്കാൻ പോയിട്ട് ഇതുവരെ തിരികെ എത്തിയില്ല എന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ ഉത്തരം. സമയമേറെയായിട്ടും തന്റെ ഭാര്യ തിരികെ എത്തില്ലെന്നറിഞ്ഞ മാത്യു മേരിയെ തേടി തോട്ടത്തിലേക്ക് ഇറങ്ങി. അവിടെയെല്ലാം നിന്ന് വിളിച്ചു നോക്കി. തട്ടുതട്ടായി കൃഷി ചെയ്ത റബ്ബർ തോട്ടത്തിന്റെ രണ്ടാമത്തെ തട്ടിൽ ദൂരെയായി മേരി കമിഴ്ന്നു കിടക്കുന്ന കാഴ്ചയാണ് മാത്യു കണ്ടത്. തൊട്ടടുത്തായി പാൽ ശേഖരിക്കുന്ന തൊട്ടിയും ഉണ്ടായിരുന്നു. കണ്ടയുടൻ തന്നെ അയാൾ നിലവിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് എത്തി. അച്ഛന്റെ നിലവിളി കേട്ട് വീട്ടിലുണ്ടായിരുന്ന മകളും ഓടിയെത്തി. കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്ന് കിടക്കുകയായിരുന്നു മേരി. ഇതായിരുന്നു മാത്യുവിന് പോലീസിനോട് പറയാനുണ്ടായിരുന്നത്. മാത്രമല്ല മുഹമ്മദിനെ പറ്റി അയാൾക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മേരിയുടെ മൃതദേഹത്തിനടുത്ത് ആളുകൾ തടിച്ചു കൂടിയതിനാൽ അഴുകിയ ചതുപ്പിൽ പതിഞ്ഞ കാൽപ്പാടുകളിൽ ഏതാണ് കൊലപാതകയുടേതെന്ന് പോലും കണ്ടുപിടിക്കാനാവാതെ തെളിവുകളൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ.